ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ളോഗ് ചാനൽ. ഇന്ന് നമ്മളിവിടെ പറയുന്നത് 8 പ്രമുഖ ബ്രാൻഡുകളുടെ സെയിലാണ്. ഏപ്രിൽ 2025-ലെയും 2026-ലെയും സെയിലാണ്. നമുക്ക് റിനോയിൽ നിന്ന് തന്നെ തുടങ്ങാം. റിനോ ഏപ്രിൽ 2026 5413 യൂണിറ്റ്സ് വെഹിക്കിളാണ് വിറ്റത്. ഇത് 2025 ഏപ്രിൽ ആണെങ്കിൽ 2602 വാഹനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. 108% ഗ്രോത്താണ് റിനോയിൽ വന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പുതിയ ഡസ്റ്റർ ആണ്. ഡസ്റ്റർ വന്നതിന് ശേഷം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഡസ്റ്റർ മാത്രം 1402 വാഹനങ്ങൾ വിൽക്കുകയുണ്ടായി. ഈ ഡസ്റ്റർ എന്നുള്ളത് ക്രെറ്റയുടെ സെഗ്മെന്റ് ആണ്. അതായത് അതിൽ താഴെയുള്ള നെക്സോണിന്റെയോ ബ്രസയുടെ സെഗ്മെന്റ് അല്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. എന്നിട്ടും 1402 വാഹനങ്ങൾ അവർ വിൽക്കുകയുണ്ടായി. ഇനി ഇതിന്റെ സെയിൽ കൂടാനുള്ള ചാൻസ് ആണ്. കാരണം ഇനി വരുന്ന ട്രൈബർ ആണെങ്കിലും 1 ലിറ്റർ ടർബോയിൽ അവർ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ട്രൈബർ ആണെങ്കിൽ മാനുവൽ 1 ലിറ്റർ എഞ്ചിനാണുള്ളത്. അതുപോലെ ഓട്ടോമാറ്റിക് 1 ലിറ്റർ എഞ്ചിനാണുള്ളത്. 1.1 ലിറ്റർ ടർബോയിലേക്ക് ഇറക്കുമ്പോൾ കുറച്ചും കൂടെ മെച്ചം കിട്ടും. ഇനി രണ്ടാമത്തെ വാഹന കമ്പനി MG ആണ്. MGക്ക് ആണെങ്കിലും ഗ്രോത്ത് ആണുള്ളത്. 2025 നോക്കുകയാണെങ്കിൽ 5829 വാഹനങ്ങളായിരുന്നു. ഇപ്പോഴത് 6018 വാഹനങ്ങളായിട്ടുണ്ടായിരുന്നു. 3.24% ഗ്രോത്ത് ആണുള്ളത്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം MG വിൻസർ EV എന്നുള്ള വാഹനം തന്നെയാണ്. കഴിഞ്ഞ മാർച്ചിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനം തന്നെ 4530 യൂണിറ്റ് ഇറക്കുകയുണ്ടായി. അപ്പോൾ MGയുടെ മൊത്തം കണക്കെടുത്താൽ ഏകദേശം 6000 ഒക്കെ വിൽക്കുന്ന സ്ഥാനത്ത് 4500 ഈ ഒരു വിൻസർ EV തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം. കാരണം ഏറ്റവും വിൽക്കപ്പെടുന്ന ഒരു വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ, EV വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ അത് വിൻസർ EV തന്നെയാണ്. ഈ മൂന്നാമത് നമുക്ക് നോക്കേണ്ടത് കിയയാണ്. കിയയുടെ 2026 ഏപ്രിൽ മാസത്തെ സെയിൽ നോക്കുകയാണെങ്കിൽ 27286 വെഹിക്കിളാണ്. ഇത് 2025 ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 23623 വെഹിക്കിളാണ്. അതായത് 15.5% ഗ്രോത്ത് ആണുള്ളത്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കിയ സോണറ്റ് എന്നുള്ള വാഹനമാണ്. 12012 വാഹനമാണ് കഴിഞ്ഞ മാർച്ചിൽ ഈ വാഹനം വിറ്റത്. ഇത് വേനുവിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഒരു ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കിയ സോണറ്റിന്റെയും വിൽപ്പന ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള വാഹനങ്ങൾ ടോപ്പ് 4ലേക്ക് വന്നിരിക്കുകയാണ്. ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിയുടെ സെയിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് മഹീന്ദ്രയും ടാറ്റയെക്കാളും കുറഞ്ഞ് വന്നിരിക്കുകയാണ്. സാധാരണ ഇത് 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തൊക്കെ ഒരു ബ്രാൻഡാണ്. ഇപ്പോഴത് 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഏപ്രിലെ സെയിൽ നോക്കുകയാണെങ്കിൽ 51902 വാഹനങ്ങളാണ്. കഴിഞ്ഞ 2025 ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 44374 വാഹനങ്ങളായിരുന്നു. 17% സെയിൽ കൂടുതലുണ്ട്. അതിന് പ്രധാന കാരണം ക്രെറ്റ തന്നെയാണ്. കാരണം ടോപ്പ് 5 വണ്ടിയിൽ എപ്പോഴും ടോപ്പ് 2ൽ തന്നെ നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനം ക്രെറ്റയ്ക്കാണ് എപ്പോഴും കിട്ടാറുള്ളത്. 17838 വാഹനങ്ങളാണ് മാർച്ചിൽ ഈ വാഹനത്തിന്റെ വിറ്റത്. ഇതിന്റെ പ്ലാറ്റ്ഫോം ചേഞ്ച് ആയിട്ട് കുറച്ചും കൂടെ ലെങ്ത് ഒക്കെ ആയിട്ട് ഈ വാഹനം വരാൻ പോവുകയാണ്. അടുത്ത വർഷം തന്നെ ഇതിന്റെ ഫേസ് ലിഫ്റ്റ് വരും. കുറച്ചും കൂടെ ലെങ്ത് ഉള്ള വണ്ടി എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ചെറിയ റോഡുകളൊക്കെ പോകുമ്പോൾ ഇപ്പോഴുള്ള ലെങ്ത് തന്നെ ആഡിക്വേറ്റ് ആണ്. എന്നാൽ ഇതിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് സെയിൽ കൂടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് മൂന്നാമത്തെ ടോപ്പ് 3ൽ വന്നിരിക്കുന്ന മഹീന്ദ്രയാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് ഇന്ത്യൻ വാഹന കമ്പനി തന്നെയാണ്. 56331 വാഹനങ്ങളാണ് ഇപ്പോൾ ഈ മാർച്ചിൽ വിറ്റത്. ഇപ്പോൾ ഈ ഏപ്രിലിൽ വിറ്റത്. കഴിഞ്ഞ ഏപ്രിൽ നോക്കുകയാണെങ്കിൽ 52330 വാഹനങ്ങളാണ്. 7% ഒരു ചെറിയ വർധനവ് ഇവിടെ കാണുന്നുണ്ട്. ഈ മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വാഹനം എന്ന് പറഞ്ഞാൽ സ്കോർപിയോ ആണ്. 14578 വാഹനമാണ്. മഹീന്ദ്രയുടെ ഏറ്റവും ചെറിയ വാഹനം എന്ന് പറഞ്ഞാൽ 3XO ആണ്. അതായത് നമ്മുടെ നെക്സോൺ ബ്രസയുടെ ഒക്കെ ആ ഒരു സെഗ്മെന്റിൽ വരുന്നതാണ്. കുറച്ചും കൂടെ താഴെ വന്നിട്ട് ഒരു പഞ്ചിന്റെ സെഗ്മെന്റിൽ കുറച്ചും കൂടെ ചെറിയൊരു വാഹനം ഇറക്കുകയായിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടെ സെയിൽ ഇതിൽ നിന്നും പിടിക്കാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പഞ്ചിന്റെ സെഗ്മെന്റിലുള്ള വാഹനമാണ് ഇനിയും മാരുതിയും മഹേന്ദ്രയും ഒക്കെ ഇറക്കാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ടാറ്റയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് 2ാം സ്ഥാനം അവർ നിലനിൽക്കുകയാണ്. പ്രധാന കാരണം ഇതിന്റെ പഞ്ചിന്റെയും നെക്സോണിന്റെയും സെയിലാണ്. കഴിഞ്ഞ ഏപ്രിലില് 2026 ഏപ്രിലില് 59000 വാഹനങ്ങളാണ് ടാറ്റയുടേതായി വിറ്റത്. കഴിഞ്ഞ 2025 ഏപ്രിലാണെങ്കിൽ 45199 വാഹനം മാത്രമേ ഉള്ളൂ. അതായത് 30% വർധനമാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് അവര് കൂട്ടിയിട്ടുള്ളത്. കാരണം ഇതിന്റെ പ്രധാന ഒരു കാരണം സിയറ എന്ന വാഹനത്തിന്റെ കടന്നുവരവാണ്. സിയറ വന്നതോടുകൂടി സിയറ വാഹനം താല്പര്യമായിട്ട് ആളുകൾ ഷോറൂമിലേക്ക് ചെല്ലുന്നു.
അവിടെ നെക്സോണോ പഞ്ചോ കാണുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം സീറോ ആണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ്. എല്ലാ വണ്ടിയും സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ഉള്ള ടാറ്റയുടെ വണ്ടി ഒന്നും തന്നെ മോശമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ സെയിൽ ഇങ്ങനെ വരുന്നത്. ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ എപ്പോഴും നമ്മുടെ മാരുതി സുസുക്കി തന്നെയാണ്. 1,87,704 വാഹനമാണ് ഈ ഏപ്രിൽ 2026 മാരുതിയുടേതായിട്ട് ഇറങ്ങിയത്. മാരുതിയുടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10ൽ ഒരു 6 വാഹനം, മിനിമം 5-6 വാഹനമെങ്കിലും മാരുതിയുടേതായിട്ട് വരും. ഡിസയർ വെച്ച് നോക്കുക. ഡിസയർ തുടങ്ങിയിട്ട് ബ്രസ, ഫ്രോങ്സ്, ബെലീനോ, വിക്ടോറിയസ്, ജിംനി ഒഴിച്ചുള്ള വാഹനങ്ങളെല്ലാം തന്നെ ആ ടോപ്പ് 10ൽ, സെലേറിയോ ഒക്കെ ടോപ്പ് 10 പുറത്തു വരും. എങ്കിലും മാക്സിമം ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങളെല്ലാം തന്നെ സ്വിഫ്റ്റ് അടക്കം ബെലീന എല്ലാ വാഹനങ്ങളും, ഹാച്ച് ബാക്ക് ആണെങ്കിലും അതുപോലെ SUV ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ടോപ്പ് 5ൽ ടോപ്പ് 10നുള്ളിൽ വരുന്നതുകൊണ്ട് 5 വാഹനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് 1,87,000 വാഹനങ്ങളാണ് ഏപ്രിൽ സെയിൽ നടന്നത്. കഴിഞ്ഞ വർഷം 1,38,704 ആയിരുന്നു സെയിൽ. ഏകദേശം പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 36% വർധനമാണുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബ്രാൻഡ് വാഹനങ്ങളുടെ കാര്യം നമുക്ക് ഈ ഏപ്രിലും കഴിഞ്ഞ ഏപ്രിലും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ പറയാനുള്ളത്. ഇനി ഓരോ വാഹനങ്ങളുടെയും ടോപ്പ് 10 സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.